ഇന്ന് നമുക്ക് ഉണക്കമീൻ ചതച്ചത് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നമുക്കൊന്ന് എല്ലായിടേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം, എല്ലാവിടെയും ഒന്ന് ആവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മാന്തളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തൃശ്ശൂർ മാന്തളം എന്നാണ് പറയുന്നത്, കോട്ടയത്ത് നങ്കെന്നാണ് പറയുന്നത് കേട്ടോ. വേറെ എവിടത്തെയും പേരൊന്നും എനിക്കറിയില്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക, എരിവിന് ആവശ്യമുള്ള. പിന്നെ നമുക്ക് ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ചുവന്നുള്ളി ആണെങ്കിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ പോലെ വരണം. പിന്നെ നമുക്ക് മാംസം കൂടുതലുള്ള ഉണക്കമീൻ എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ നടുവൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർക്കുവാണെങ്കിൽ, അതായത് വറക്കുവാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളൊന്നും വേവാത്ത പോലെ ഇരിക്കുവേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഏത് ഉണക്കമീൻ വേണമെങ്കിലും നമുക്ക് ഇതിന് എടുക്കാം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഏതെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതിനി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയും ഇട്ട് ചതച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ ചേർക്കാം. ഇത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ട് തേങ്ങ നന്നായിട്ട് വറക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് കറക്കുക, അല്ലെങ്കിൽ അമ്മിമേ ചതക്കുക, അങ്ങനെ ചെയ്യാം. നല്ല ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ആരും ഇല്ലെങ്കിൽ ഒക്കെ കറികളൊക്കെ വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ കറിയൊന്നും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റ്. അത് പഴങ്കഞ്ഞി കുടിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും അഭിപ്രായമൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.